നിങ്ങളുടെ ഈ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരെ മറക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ പിരിയാനായിട്ട് പറ്റുന്നില്ല, എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഡെസ്റ്റിനി കണക്ഷൻ ആയിട്ടാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത്. ഓക്കെ, ഇത് എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മറക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ കാരണവശാൽ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു പറഞ്ഞ് ഇത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ടായിരിക്കും. തിരിച്ചു വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ട്രോമാസ് ആയിരിക്കും ഈ ഒരു ബന്ധം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു കണക്ഷൻ വന്നതിന് ശേഷം അനുഭവിച്ചിട്ടുള്ള പലതരത്തിലുള്ള ഫീലിങ്സ്, ഇമോഷൻസ് പലതരത്തിലുള്ള. ഓക്കെ, അത് എല്ലാം കൂടി നമ്മൾ ഇവിടെ നിന്ന് പറയുന്നില്ല. ഫീലിങ്സ്, ഇമോഷൻസ് എന്നൊക്കെ പറയുമ്പോൾ പലതരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടായിരിക്കും. വിഷമം, സങ്കടം, ഹാപ്പിനെസ്, പ്രണയം എന്ന് പറയേണ്ട. നിങ്ങൾക്കിതൊരു ജസ്റ്റ് ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ പങ്കാളി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇത് നിങ്ങൾക്കെല്ലാം ഈ വ്യക്തിയായിരിക്കും. ഈ വ്യക്തിയെ കണ്ടതിന് ശേഷം, കണ്ടുമുട്ടിയതിന് ശേഷം ഇവൻ നിങ്ങളുടെ ഫാമിലിയോട് പോലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് അവിടെ കുറഞ്ഞു പോകും. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരുന്ന പലതും നിങ്ങൾക്ക് ഈ വ്യക്തിയെ കണ്ട് കഴിഞ്ഞാൽ പിന്നെ പലതും നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ഒക്കെ ആ ഒരു പ്രയോറിറ്റി, നിങ്ങൾ കൊടുത്തിരുന്ന പ്രയോറിറ്റി ആർക്കൊക്കെയാണോ മുമ്പ്, അതെല്ലാം അവിടെ മറിയും. പിന്നീട് ഈ ഒരു പേഴ്സൺ മാത്രമായിരിക്കും നിങ്ങൾക്ക് എല്ലാ തരത്തിലും എല്ലാം എന്ന് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന കാലം മുതൽ നിങ്ങൾക്ക് വല്ലാത്തൊരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കും ഈ ഒരു വ്യക്തിയോട് തോന്നുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജന്മത്ത് പലരുമായിട്ട് ഈ ഒരു ലൈഫിൽ നിങ്ങൾ മുമ്പ് പലരുമായിട്ടും ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പല ബന്ധങ്ങളും, നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എല്ലാ രീതിയിലും നമുക്കൊരു പ്രണയബന്ധം എന്ന് നമ്മൾ മാത്രം പറയരുത്. ലൈഫിൽ പലരും നിങ്ങൾക്ക് വന്നും പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ അവരോടൊന്നും തോന്നാത്ത രീതിയിൽ എന്തോ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് തോന്നുന്നുണ്ടായിരിക്കും. ഈ ഒരു വ്യക്തിയുടെ അഭാവം, ചെറിയൊരു രീതിയിലുള്ളൊരു അഭാവം നിങ്ങൾക്ക് അത്രയും താങ്ങാൻ പറ്റാത്ത രീതിയിൽ ആയി പോകുന്നത് അതുകൊണ്ടാണ്. കാരണം ആ കണക്ഷൻ അവിടെയുണ്ട്. കുറേ പേരൊക്കെ ഇവിടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ആയിട്ട് നമ്മൾക്ക് കാണുന്നുണ്ട്. പക്ഷേ കുറേ നാളായിട്ട് പോലും ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന കുറച്ച് വ്യക്തികളെ എനർജി ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എല്ലാവരുടെ കാര്യമല്ല, കുറച്ചധികം നാളായിട്ട് തന്നെ ബ്രേക്കപ്പിൽ ഇരിക്കുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നവരാണ്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സോൾ കണക്ഷൻ അവിടെ എന്താ പറയുക, മുറിഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും കണക്റ്റഡ് ആയിട്ടാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു കാർഡ് വ്യക്തമാക്കുന്നതാണ്. ആ ഒരു ട്രീ മുകളിലേക്ക് പൊന്തി പോയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ വേരിപ്പോഴും ഭൂമിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സോ അതാണ് ഇപ്പോഴും നിങ്ങളുടെ കണക്ഷൻ വിട്ട് പോയിട്ടില്ല എന്ന് പറയാനായിട്ട് കാരണം. ഓക്കെ, സോ ഇത് എങ്ങനെ പോയാലും അവിടെയും ആ വ്യക്തിക്കും അതിൻ്റെ ഓർമ്മകളും മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ അവിടെയും വരുന്നുണ്ട്, നിങ്ങൾക്കും വരുന്നുണ്ട്. നിങ്ങൾ പല രീതിയിലും ശ്രമിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണെ മറക്കാൻ വേണ്ടിയിട്ട്, മറന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കും നാളെ ഇനി മുതൽ എനിക്കിത് വേണ്ട. കാരണം നിങ്ങൾക്ക് അത്രയും വേദനകളാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അവഗണനയും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മറക്കാൻ ശ്രമിക്കാം, അതായിരിക്കും എനിക്ക് നല്ലത്. പക്ഷെ നിങ്ങളെ കൊണ്ട് അതൊന്നും പറ്റുന്നില്ല. ഇന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നെക്സ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ വീണ്ടും അതിലേക്ക് തന്നെയാണ് പോകുന്നത്. ടാരറ്റ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ വളരെയധികം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം അതിലൂടെയെങ്കിലും അവരെക്കുറിച്ച് അറിയാമല്ലോ, അവരുടെ ഫീലിങ്സ്, ഇമോഷൻസിനെ കുറിച്ച് അറിയാമല്ലോ എന്നുള്ളൊരു എന്താ പറയുക ചിന്ത മാത്രമേ നിങ്ങൾക്കുള്ളൂ. ആൻഡ് അവരുടെ സോഷ്യൽ മീഡിയാസ് ലൈക്ക് ഇൻസ്റ്റ, ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം നിങ്ങൾ ചില അക്കൗണ്ട് ബ്ലോക്ക്ഡ് ആണെങ്കിലും വേറെ അക്കൗണ്ടിൽ നിന്നൊക്കെ നിങ്ങൾ നോക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം അവരുടെ ഓരോ ചലനങ്ങൾ അറിയാൻ നിങ്ങൾ അത്രമാത്രം എന്താ പറയുക വെമ്പൽ കൊണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഇതാണ് നമുക്കിവിടെ നിന്ന് കാണുന്നത്. സോ ഈ ഒരു പേഴ്സൺ ലൈഫിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് വൺ, നിങ്ങളുടെ പ്രയോറിറ്റീസിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ഈവൻ നിങ്ങളേറെ കുറേ പേരും മാരീഡ് ആയിട്ടുള്ളവരായിരിക്കും. മാരീഡ് ആയതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ട് ഉണ്ടായിരിക്കാം. മാരീഡ് ആയിട്ടുള്ളവരുടെ എനർജീസ് ഒരുപാട് കിട്ടുന്നുണ്ട്. അവർക്ക് അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ പുറമേ നിങ്ങൾ ചിന്തിക്കൂ ഇതൊന്നും പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ
എന്താ പറയുക, മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു പേഴ്സൺ, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കുട്ടികളെ പോലും അത്രയും എല്ലാത്തിനും പ്രയോറിറ്റി നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടായിരിക്കും, എല്ലാ കാര്യത്തിനും. ഈവൻ നിങ്ങൾ ഫിനാൻഷ്യലി പോലും അവർക്ക് എന്താ പറയുക ഹെൽപ്ഫുൾ ആവുന്ന സിറ്റുവേഷൻസ് പലതും ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഇപ്പോഴും നിങ്ങളുടെ കണക്ഷൻ അവിടെ വിട്ടു മാറിയിട്ടില്ല. നിങ്ങൾ ആ പേഴ്സണെ ചിലപ്പോൾ ഡ്രീമിലൊക്കെ കാണുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ പേഴ്സണെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ളൊരു ബന്ധം നിങ്ങളിൽ കണക്റ്റഡ് ആയാൽ പിന്നെ ആദ്യമെല്ലാം നല്ല രീതിയിൽ പോകുന്ന ബന്ധമായിരിക്കും. എവിടെ നിന്നും കിട്ടാത്ത രീതിയിലുള്ള ആ ഒരു ഫീലിങ്സ്, അത് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അത്തരത്തിലുള്ളൊരു ഫീലിങ്സ്, ഇമോഷൻസ്, അഡിക്ഷൻ എല്ലാം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകും. സോ പിന്നീട് അങ്ങോട്ടേക്ക് റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ മാറി മറയും. അത് കണക്റ്റഡ് ആയാൽ പിന്നെ ഈ പേഴ്സണെ മറക്കുക എന്ന് പറയുന്ന അത്ര ഈസി ആയിരിക്കില്ല. ഓക്കെ, ഇത് അത്യാവശ്യം കോംപ്ലിക്കേഷൻസും സ്ട്രഗിൾസും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും. അതൊരിക്കലും ഫാമിലി അറിഞ്ഞ് പ്രശ്നമാകുന്നതായിരിക്കില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളായിരിക്കും. മാനസികമായിട്ട് തളർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇതിനോടകം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു പേഴ്സണെ മറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന് ഉത്തരം ഇവിടെ പാസ്റ്റ് ലൈഫിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാണിക്കുന്നുണ്ട്. ആൻഡ് പ്യുവർ ആയിട്ടുള്ള സോൾമേറ്റ് കണക്ഷൻസും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇവിടെ നിന്ന് കാർഡ്സിലെല്ലാം വന്നിട്ടുള്ളത് അതിനെ സംബന്ധിച്ചിട്ടാണ് ഇവിടെ നിന്ന്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഓക്കെ, നിങ്ങൾക്ക് മുൻ ജന്മത്തിലെ അറിയാവുന്ന വ്യക്തികളാണ് ഇവർ. സോ അത് റിലേറ്റഡ് ആയിട്ടാണ് ഈ ജന്മത്തിലും നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത്. കണ്ടുമുട്ടണം എന്നുള്ളത് നിങ്ങൾക്ക് എന്താ പറയുക ഓൾറെഡി ദൈവം നിയോഗിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ആ കണ്ടുമുട്ടൽ, ഈ ഒരു കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ പറയുന്ന നെഗറ്റിവിറ്റി, ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൻ്റെ എന്തെങ്കിലും നിങ്ങൾ കർമ്മേൻ്റെ ഭാഗമായിരിക്കും. ഓക്കെ, സോ അത് ക്ലിയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ മാത്രമേ, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ലൈഫിലൊരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ പേഴ്സൺ ഒരു പ്രാവശ്യം കണക്റ്റഡ് ആയാൽ പിന്നെ മറക്കാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഈ ഒരു ജന്മം വന്നവരാണ് നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മം മുതലേ അറിയാം, ചിലപ്പോൾ അതിനും മുൻപത്തെ ജന്മങ്ങളിലെ അറിയായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും ഒരു കണക്ഷൻ ഫീൽ ആവുന്നത്. പിന്നെ സോൾ കണക്ഷൻ ഇവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ചിലർക്ക് സോൾ ഫാമിലി എന്നുള്ളൊരു ഫാമിലി ഉണ്ട്. ഓക്കെ, അത് നമ്മളുടെ കൂടെ, നമ്മളുടെ സോളിന് നമ്മൾ എത്ര ജന്മങ്ങൾ എടുത്താലും നമ്മൾക്കുള്ള ഒരു ഫാമിലിയാണ്. ഇപ്പോൾ ഉള്ളൊരു ഫാമിലിയാണ് അച്ഛൻ, അമ്മ, ചേട്ടൻ, ഭർത്താവ്, ഭാര്യ, കുട്ടികൾ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇതിനു മുമ്പേ ഉള്ള ഒരു ഫാമിലി ഉണ്ട് നമ്മളുടെ സോളിന്. ഓക്കെ, നമ്മളുടെ ശരീരമാണ് എല്ലാ ജന്മങ്ങളും പുതിയത് വരുന്നത്. ഉടുപ്പാണ്, നമ്മൾ ആത്മാവിൻ്റെ ഉടുപ്പാണ്. ഓക്കെ, പക്ഷെ നമ്മളുടെ ആത്മാവെന്ന് പറയുന്നതിന് ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷനും കൂടിയാണ് കുറച്ച് പേർക്ക് ഇതിൽ കാണിക്കുന്നത്.